ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ജെമിനൈക്ക് വേണ്ടിയിട്ട് ജെമിനൈ സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് ജാനുവരി മാസത്തിൻ്റെ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. പക്ഷേ ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യണം മുമ്പേ എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്യണം എന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വെരി വെരി ഹാപ്പി ന്യൂ ഇയർ. ആൻഡ് ഈ കൊല്ലം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് കൂടുതൽ ഹാപ്പിനെസ്സും അബണ്ടൻസ് എല്ലാം കൊണ്ടുവരുമെന്ന്. അപ്പോൾ നമ്മൾക്കിപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോൾ ഫ്യൂച്ചർ വീഡിയോസ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവും. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ് ചെയ്യുക. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷേ അത് നിങ്ങളുടെ എനർജി, നിങ്ങളുടെ സിറ്റുവേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ ആ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. നിങ്ങളുടെ മന്ത്ലി മെസ്സേജ് എന്താണ്? ജാനുവരി ഈ കൊല്ലത്തിൻ്റെ തുടക്കം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും? നമ്മൾക്ക് ഇപ്പോൾ നിങ്ങളുടെ മെസ്സേജിൽ കാണാം. അപ്പോൾ ജെമിനൈ നിങ്ങളുടെ എന്താണ് മെസ്സേജസ് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ മന്ത്ലി ഓവറോൾ എനർജി, ജാനുവരിയുടെ ഓവറോൾ എനർജി നിങ്ങളുടെ 7 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങളുടെ പാസ്റ്റിൽ എന്താ ഉണ്ടായേ? പാസ്റ്റിൽ 10 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ഞാൻ കാണുന്നത്. കറണ്ട് എനർജിയിൽ സ്ട്രെങ്ത് എനർജി ഉണ്ട്. ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് പേജ് ഓഫ് സോഡ്സ് ആണ്. ചാലഞ്ച് പൊസിഷനിൽ നിങ്ങൾക്ക് വേണ്ടി 2 ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കണേ. അഡ്വൈസ് ആയിട്ട് 10 ഓഫ് വാൻഡ്സ്. സർപ്രൈസ് ഫാക്ടറിൽ കിങ് ഓഫ് കപ്സ്. ഔട്ട്കം ഈ കാർഡ്. അപ്പോൾ ജെമിനൈ 7 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. 7 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു വെയിറ്റ് ചെയ്യണ എനർജിയാണ്. എന്തോ ഒരു മെസ്സേജിനോ ഇല്ല വെച്ചാൽ കോളിന് വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അതല്ല വെച്ചാൽ ആ സമയം ശരിയല്ല എന്ന് തോന്നിയിട്ടാണോ വെയിറ്റ് ചെയ്യണത്? എന്താണ് ഈ 7 ഓഫ് പെൻറ്റിക്കിൾസിന് നമ്മൾക്ക് നോക്കാം. 3 ഓഫ് വാൻഡ്സ്, ഇതും ഒരു വെയിറ്റിംഗ് എനർജി തന്നെയാണ്. അപ്പോൾ എവിടെയോ നിങ്ങൾ കുറേ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ജോലിയുടെ കാര്യത്തിലായിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായിരിക്കാം. പക്ഷെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കുറേ വെയിറ്റ് ചെയ്യണു. ആ സമയം ശരിയാവാത്തതുകൊണ്ടായിരിക്കാം. എന്തോ റീകൺസിലിയേഷന് വേണ്ടിയിട്ടുമായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇല്ലച്ച ഒരു സെലിബ്രേഷന് വേണ്ടിയിട്ട് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണത് എന്താ വെച്ചാൽ ഈ സിറ്റുവേഷൻ മുമ്പോട്ട് പോവും. അപ്പോൾ അങ്ങനെ ഒരു വെയിറ്റിംഗ് എനർജിയാണ് ഞാൻ കാണുന്നത്. കുറേ പേഷ്യൻ്റ്ലി നിങ്ങൾ വെയിറ്റ് ചെയ്യണു. പാസ്റ്റിൽ 10 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് കാണുന്നത് ഇവിടെ. അപ്പോൾ പാസ്റ്റിൽ ഞാനൊരു ഫാമിലി എനർജിയാണ് കാണുന്നത്. കുറേ അബണ്ടൻസിൻ്റെ എനർജി ഉണ്ട്. പക്ഷേ ഈ സിറ്റുവേഷനിൽ ഒരു ബാലൻസ് ഉണ്ടായില്ല. എന്തോ ഒരു ഇംബാലൻസ് ഇവിടെ കാണാണ്ട്. ഇവിടെ ഒരു പുതിയ തുടക്കമുണ്ട്. അപ്പോൾ പാസ്റ്റിൽ ഞാൻ കാണുന്നത് ഒരു പുതിയ ലവ് എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി മാരിഡ് ആണ് വെച്ചാൽ ഇവിടെ ഒരു പുതിയ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കണു. അതല്ല വെച്ചാൽ നിങ്ങൾ മാരിഡ് അല്ല വെച്ചാലും ഞാൻ കാണുന്നത് ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ആയിരുന്നു നിങ്ങളുടെ ലവ് ലൈഫിൽ. പക്ഷേ ഈ സമയത്ത് കറണ്ട് എനർജിയിൽ ഞാൻ സ്ട്രെങ്ത് ആണ് കാണുന്നത്. അപ്പോൾ കറണ്ട് എനർജിയിൽ ഈ സിറ്റുവേഷനിൽ എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അതല്ല വെച്ചാൽ എന്തോ ഒരു ചാലഞ്ച്, ബ്ലോക്ക് ഉണ്ട്, കുറേ നെഗറ്റിവിറ്റി ഉണ്ട്. ഈ നെഗറ്റിവിറ്റി വേറെ ആൾക്കാരുടെ കാരണമായിരിക്കാം. അതല്ല വെച്ചാൽ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തോ ഒരു വഴക്കുണ്ടാവണു, അങ്ങനത്തെ ഒരു എനർജി ആവാം. അതുകൊണ്ട് ഈ സിറ്റുവേഷനിൽ ആ ഒരു എൻഡിങ്ങിൻ്റെ എനർജി കാണാണ്ട്. ഇപ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് ഒരു പുതിയ തുടക്കമാണ്. ആദ്യം ഇവിടെ ഒരു സ്പൈങ്ങിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സൻ്റെ സോഷ്യൽ മീഡിയനെ ചെക്ക് ചെയ്യുന്നുണ്ടാവും. അതല്ല വെച്ചാൽ അവർ നിങ്ങളുടെ സോഷ്യൽ മീഡിയനെ ചെക്ക് ചെയ്യുന്നുണ്ടാവും. എന്തോ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ ആ ഇൻഫർമേഷൻ കിട്ടുമ്പോൾ നിങ്ങൾ ഒട്ടും ഹാപ്പി അല്ല. ഇവിടെ നിങ്ങൾ കുറേ റിജക്റ്റഡ് പോലെ തോന്നുന്നു. കുറേ ഒരു റിജക്ഷൻ്റെ മാതിരി ഒരു എനർജി.
അതുമാത്രമല്ല എന്തോ ഒരു ബിട്രിയൽ ചതിച്ചു പോലെ, ഈ പേഴ്സൺ നിങ്ങളെ ചതിച്ച പോലെ ഒരു എനർജി, ഒരു ബിട്രിയലുടെ എനർജി കാണാണ്ട്. അപ്പോൾ എന്തോ ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്തോ മനസ്സിലാവുന്നുണ്ട്, എന്തോ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഈ പേഴ്സണെ കുറിച്ച്. അതുകൊണ്ട് ഇവിടെ ഒരു എൻഡിങ്, ഞാൻ മുഴുവനെ ഒരു എൻഡിങ് ആയ മാതിരി ഒരു എനർജി ഉണ്ട്. 2 of Wands ആണ് നിങ്ങളുടെ ചാലഞ്ച്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് എന്താ വെച്ചാൽ ഫ്യൂച്ചർ പ്ലാനിങ്, അതാണ് ചാലഞ്ചായിട്ട് കാണുന്നത്. 3 of Pentacles. 3 of Pentacles തേർഡ് പാർട്ടി ആവാം. ഇവിടെ ഒരു പേഴ്സൺ മാരീഡ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങളാണോ മാരീഡ് അതല്ല ആ പേഴ്സൺ ആണോ മാരീഡിന് അറിയില്ല. ബട്ട് ഇവിടെ എന്തോ ഒരു മാരേജിൻ്റെ കാരണം ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. അതാണ് ചാലഞ്ച്. നിങ്ങൾക്ക് അഡ്വൈസ് ഇവിടെ യൂണിവേഴ്സ് പറയണത് എന്തോ ഒരു ബർഡൻ നിങ്ങൾ ക്യാരി ചെയ്യണു, അതിനെ റിലീസ് ചെയ്യാനാണ് പറയണത്. നിങ്ങൾ എന്തോ ഒരു റെസ്പോൺസിബിലിറ്റി ക്യാരി ചെയ്യണു, എന്തോ ഒരു നിങ്ങളുടെ എനർജി തന്നെ കുറേ ഹെവി ആയി തോന്നുന്നുണ്ട് നിങ്ങൾക്ക്. ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഭാരം എടുക്കാൻ പറ്റുന്നില്ല, എന്തോ ഒരു സിറ്റുവേഷൻ കുറേ ഒരു ശരിയല്ലാത്ത പോലെ, അതിനെ റിലീസ് ചെയ്യാൻ പറയണു യൂണിവേഴ്സ്. 2 of Cups ഇവിടെ ഒരു ലവിൻ്റെ എനർജി കാണാണ്ട് ആൻഡ് ഒരു പുതിയ തുടക്കത്തിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ എവിടെയോ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഇതിനെ റിലീസ് ചെയ്താൽ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാവും. ആ തുടക്കം കുറേ സ്റ്റേബിളാണ്, കുറച്ചുകൂടിയും ഒരു നല്ല സ്റ്റേബിൾ എനർജിയാണ് വരാൻ പോണ എനർജി. പക്ഷേ അതിൻ്റെ മുമ്പേ ഈ എനർജീനെ നിങ്ങൾക്ക് റിലീസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഈ നടക്കണ കാര്യങ്ങൾ അതൊക്കെ ഈ പേഴ്സൺ ഇല്ലച്ചാൽ ഈ സിറ്റുവേഷനെ നിങ്ങൾക്ക് ലെറ്റ് ഗോ ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് അറിയാത്ത കാര്യം എന്താ വെച്ചാൽ ഇവിടെ കിങ് ഓഫ് കപ്സ് ഉണ്ട്. ഏതൊരു പേഴ്സൺ വാട്ടർ സൈൻ, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. ഈ പേഴ്സൺ ഞാൻ പറഞ്ഞ മാതിരി കുറച്ചുകൂടി ഒരു മെച്യോർ പേഴ്സൺ ആണ്. കുറേ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ എനർജി ഉണ്ട്. ഇവർ വരണത് നിങ്ങളുടെ ഒരു സോൾമേറ്റ് കണക്ഷൻ ആയിട്ടാണ്. അപ്പോൾ ഇതൊരു വെരി സ്ട്രോങ് ബോണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണ പേഴ്സൺ. 9 of Pentacles ആണ് ഔട്ട്കം. ഞാനിവിടെ ഒരു സിംഗിൾ എനർജിയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഇപ്പോൾ സിംഗിൾ ആവാൻ പോകുന്നുണ്ട്, അതല്ല സിംഗിൾ ആവാൻ തീരുമാനിച്ചു, ഒരു റിലേഷൻഷിപ്പിൽ ഒരു എൻഡ് ആവണ എനർജി ഞാൻ കാണുന്നുണ്ട്. നിങ്ങളുടെ കരിയറിലായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. ഇവിടെ ഒരു സെപ്പറേഷൻ്റെ എനർജി ഉണ്ട്. എന്താ വെച്ചാൽ ഇവിടെ എന്തോ ഒരു പേഴ്സൺ നിങ്ങളോട് കാര്യങ്ങൾ ഒളിപ്പിച്ചു, എന്തോ പറയാത്ത എന്തോ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുണ്ടായില്ല, അത് പുറത്തു വരുമ്പോൾ ഇവിടെ ഒരു ബിട്രിയലുടെ എനർജി കാണാണ്ട്. ഓക്കെ, ഈ പേഴ്സണെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഔട്ട്കം. എന്താണ് നിങ്ങളുടെ ഒറക്കിൾ മെസ്സേജ് പറയണേ? ഒറക്കിൾ മെസ്സേജ് ഇവിടെ പറയണത് ഇമോഷൻസ് ആർ റണ്ണിങ് ഹൈ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു ഇമോഷണൽ സമയമാണ് ജാനുവരി നിങ്ങൾക്ക് വേണ്ടി. പിന്നെ തുടക്കത്തിൽ തന്നെ ഒരു എക്സ്പ്ലോസീവ് എനർജിയാണ് കാണുന്നത്. പക്ഷേ ഇത് ആക്ച്വലി നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു ക്ലോഷർ കൊണ്ടുവന്നിട്ട് ഒരു പുതിയ തുടക്കം വരണത് നല്ല ഒരു ബ്യൂട്ടിഫുൾ എനർജിയാണ്. അപ്പോൾ അതിൻ്റെ മുമ്പേ, ആ ബ്യൂട്ടിഫുൾ എനർജി വരണ മുമ്പേ എല്ലാം നിങ്ങളുടെ ലൈഫിൽ ഫ്യൂച്ചർ ഇല്ലാത്ത സിറ്റുവേഷൻസൊക്കെ മാറി പോകണു. നിങ്ങളുടെ ലൈഫിന് യൂണിവേഴ്സ് അത് പുറത്താക്കണു. അപ്പോൾ അങ്ങനെ വിചാരിച്ചാൽ മതി. പോസിറ്റീവായി മനസ്സിൽ തോട്ട്സ് വയ്ക്കുക. അപ്പോൾ ഇതാണ് ജെമിനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ കോൺടാക്റ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷേ അത് നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ എനർജി വെച്ചിട്ടാണ്. അപ്പോൾ അത് കൂടുതൽ റെസനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.